സൂത്രക്കാരനായ കുരങ്ങനും വിഡ്ഢിയായ മുതലയും. പണ്ട് പണ്ട് ഒരു കാട്ടിലെ നദിക്കരയിൽ ഒരു മരത്തിൽ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. അവൻ നല്ല സൂത്രക്കാരനായിരുന്നു കേട്ടോ. അതേ നദിക്കരയിൽ തന്നെ ഒരു മുതലയും മുതലയുടെ ഭാര്യയും താമസിച്ചിരുന്നു. ഒരു ദിവസം ഭാര്യയുടെ അരികിൽ നിന്നും മുതല കുരങ്ങച്ചന്റെ മരത്തിൻ ചുവട്ടിൽ വിശ്രമിക്കാനായി വന്നു. ഇത് കണ്ട കുരങ്ങൻ മുതലയ്ക്ക് കുറെ പഴങ്ങൾ കഴിക്കാൻ കൊടുത്തു. അവർ അങ്ങനെ നല്ല സുഹൃത്തുക്കളായി കേട്ടോ. അങ്ങനെ മുതല കുരങ്ങന്റെ അരികിലേക്ക് പഴങ്ങൾ കഴിക്കാൻ വേണ്ടി വരുന്നത് പതിവായി. എല്ലാ ദിവസവും അവർ കണ്ടുമുട്ടും. അങ്ങനെ ഒരു ദിവസം കുരങ്ങൻ മുതലയുടെ ഭാര്യയ്ക്ക് കുറച്ചു പഴങ്ങൾ കൊടുത്തയച്ചു. മുതലയുടെ ഭാര്യ പഴങ്ങൾ മതിയാവോളം കഴിച്ചു. എന്നാൽ ഒരു കാര്യം കേൾക്കണോ കൂട്ടുകാരെ? തൻ്റെ ഭർത്താവ് കുരങ്ങനുമായി സമയം ചിലവഴിക്കുന്നത് അവൾക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഈ പഴങ്ങളെല്ലാം നല്ല രസമുണ്ട്. ഇത് കൊടുത്തയച്ച കുരങ്ങന്റെ ഹൃദയം നല്ല ഹൃദയമാണല്ലോ. എനിക്ക് ആ ഹൃദയം പറിച്ചു കൊണ്ട് തരുമോ? ഇത് കേട്ട ഭർത്താവിന് ആകെ വിഷമമായി. നിവൃത്തിയില്ലാതെ മുതല കുരങ്ങച്ചാരുടെ അരികിലെത്തി. എന്നിട്ടു പറഞ്ഞു, തൻ്റെ ഭാര്യ കുരങ്ങച്ചനെ ഭക്ഷണം കഴിക്കാനായി എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇത് കേട്ട കുരങ്ങന് സന്തോഷമായി. പക്ഷെ അവന് നീന്താൻ അറിയില്ലായിരുന്നു. അതൊന്നും പ്രശ്നമില്ല, തൻ്റെ പുറത്തു കയറി യാത്ര ചെയ്യാം എന്ന് മുതല പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ യാത്ര തുടങ്ങി. അങ്ങനെ പുഴയുടെ നടുവിലെത്തിയപ്പോൾ മുതല കാര്യം കുരങ്ങനോട് പറഞ്ഞു. ഇതു കേട്ട കുരങ്ങൻ പറഞ്ഞു, അയ്യോ മുതലച്ചാരെ, ഞാൻ എൻ്റെ ഹൃദയം മരത്തിനു മുകളിൽ വെച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത്. കുറച്ചു നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അങ്ങയുടെ ഭാര്യയ്ക്ക് കൊടുക്കാൻ ഞാൻ എൻ്റെ ഹൃദയം മരത്തിനു മുകളിൽ നിന്നും എടുക്കുമായിരുന്നല്ലോ. എന്നാ നമുക്ക് തിരിച്ചു പോയാലോ അതെടുക്കാൻ വേണ്ടി? മണ്ടച്ചാരായ മുതല ഇതെല്ലാം വിശ്വസിച്ചു. അങ്ങനെ അവർ തിരിച്ചു മരത്തിന് ചുവട്ടിലെത്തി. സൂത്രക്കാരനായ കുരങ്ങൻ ഓടി മരത്തിൽ കയറി. അങ്ങനെ കുരങ്ങൻ തൻ്റെ ജീവൻ രക്ഷിച്ചു. ഈ കഥയുടെ ഗുണപാഠം അറിയാമോ കൂട്ടുകാരെ? നമ്മളെപ്പോഴും നല്ല മനസ്സുള്ളവരായിരിക്കണം. നമ്മൾ നല്ല കൂട്ടുകാരെ മാത്രമേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ കേട്ടോ.